സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് ബസ് മാറി കയറാനായിട്ടൊരു ഓപ്ഷനാണ്. സ്ഥലത്തിന്റെ പേര് പാളയം. അവിടെ നമുക്കൊന്ന് കോളേജിൽ കയറി നടത്തി സത്യം ഇവിടെ പറയുകയാണ്. നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ കോളേജിൽ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒരു വായ നോക്കി. അപ്പോൾ ഇന്ന് ഒരു വായ നോക്കിയായിരിക്കും കൂടെ പഠിച്ചിരുന്ന ഒരു കൊച്ചിൻ്റെ മാരേജ്. ഞാൻ പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അവിടെ കൊച്ചിൻ്റെ കല്യാണത്തിന് പോയാണ്. അപ്പോൾ കല്യാണത്തിന് പോയി എല്ലാം കഴിഞ്ഞ് യാത്രയൊക്കെ അയച്ച് ടാറ്റാ പറഞ്ഞ് നിൽക്കപ്പോഴാണ് നമ്മൾ റെനിൻ കൂട്ടന് ഒരു പ്ലാൻ. അതാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞ അവനൊരു പ്ലാൻ. നേരെ നമുക്ക് മസിലൊക്കെ കൂടി വഴി ഊട്ടിക്ക് പോകണ പോലെ പാളയമായി നേരെ യൂണിവേഴ്സിറ്റി കോളേജിൽ കയറിയല്ലോ. അങ്ങനെ നമ്മൾ നേരെ വിട്ട് കോളേജിലെത്തി വണ്ടിയൊക്കെ സ്റ്റാൻഡ് ചെയ്ത് കാറിൽ വന്നവർ ലാസ്റ്റ് എത്തി, ബൈക്കിൽ വന്നവർ ഫസ്റ്റ് എത്തി. എന്തായിരുന്നല്ലേ അവരുടെ ഇടയ്ക്ക് ചായ കുടിക്കാൻ കാര്യം ഗൈസ് നമ്മളെ കൂട്ടിയില്ല. എന്തായാലും പോട്ടെ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കൂട്ടത്തിൽ കൂടി എല്ലാവരും എത്തി. നേരെ ഇങ്ങനെ എന്നെയും താറ്റി എന്നെയും സബ്സ്ക്രൈബ് ചെയ്യിച്ച് ദോ പോകുന്നു എൻ്റെ ഫ്രണ്ട്സ്. ഇതാണ് എൻ്റെ ടീം. ഇനിയുണ്ട് കുറേ പേര് മിസ്സിങ് ആണ്. എല്ലാവരും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകണം നമ്മളെ പഠിച്ച ക്ലാസ്. നൊസ്റ്റാൾജിയെ തേടി ഒരു യാത്ര, അതൊരു വൈബ അല്ലേ. അങ്ങനെ നമ്മൾ കോളേജിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നമ്മൾ നടന്ന പാതകൾ, നമ്മൾ നടന്ന വഴികൾ, ഓരോ കൽമണികൾ എന്നിവ തേടി 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 ഇങ്ങനെ നടന്നു പോകുന്നൊരു യാത്രാ കഥയാണ് ഇതിൽ കൂടെ ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ കണ്ടത്. കുറേരെ കാണാൻ പറ്റി. അങ്ങനെ ഭയങ്കര സന്തോഷം. പിന്നെ നമ്മളെ ക്ലാസ് റൂമിലൊക്കെ കയറി നമ്മളെ ഇരുന്ന സീറ്റിലൊക്കെ, അതായത് പഠിച്ച ബെഞ്ചിലൊക്കെ ഇരുന്ന് ഉറങ്ങിയ ക്ലാസ് പീരീഡും കുറേ നൊസ്റ്റാളജിക്കലായിട്ടുള്ള മൂമെൻ്റൊക്കെ നല്ലപോലെ അടിപൊളിയായി. പിന്നെ ക്യാമറയിൽ ഫേസ് ചെയ്യാൻ മടിയുള്ള കുറേ തിണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ഫ്രണ്ട്സല്ലേ, അങ്ങനെയല്ലേ അറിയുള്ളൂ. എന്തായാലും ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഇതാണ് എൻ്റെ ക്ലാസ് റൂമിലോട്ട് പോകുന്ന വഴി. അപ്പം അങ്ങനെ ഞാൻ ഡിഗ്രി 3 വർഷം എൻ്റെ പിള്ളേർ സഹിച്ച എല്ലാവർക്കും അപ്പോൾ അറിയില്ല, ആരും പറഞ്ഞില്ല ഞാനൊരു ആങ്കർ ആവുമെന്ന്. വായി നോക്കി യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന്. പിന്നെ ക്ലാസ്സിൽ വന്ന ഓരോരോ നുണയും കൊതിയും കാര്യങ്ങളും പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കഥകളും പിന്നെ കുറേ ഫോട്ടോ ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് ക്ലാസ് റൂമിൽ എടുത്തതും പഴയ പിക്സും ഓർമ്മകളും മടി ഇടി ബഹളം ഒരു മേളം തന്നെ ആയിരുന്നു കേട്ടോ. നിങ്ങൾ ക്യാമറ നിരീക്ഷകരാണെന്ന് പറയുന്നത് നമ്മൾ യദുവിനെ പിടിച്ചിട്ട് നല്ലപോലെ ഉടനെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നല്ല മൊമെൻറ്റ്സ് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ അതൊക്കെ. ഇത് എന്ത് പരിപാടി വെച്ചാൽ ഫ്ലോപ്പാണ്. പിന്നെ അങ്ങോട്ട് നമ്മൾ ഒരു നല്ല വൈബായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല മഴയായിരുന്നു. മഴയായതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ നല്ല നൊസ്റ്റാൾജി ഫീൽസ് ഓർമ്മ വന്നു. നല്ലൊരു രസമുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഒന്ന് കറക്കി ക്യാമറയിൽ കറക്കി ഒരു ഷോട്ടൊക്കെ എടുത്ത് ഒന്നും ആയില്ലെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചൊരു കറക്കി ഷോട്ടൊക്കെ എടുത്ത് അങ്ങനെ ഇനി ഈ നടക്കണം എങ്ങോട്ടെന്നല്ലേ ചായക്കടയിൽ കയറി ഒരു കുറ്റിയൊക്കെ, അതായത് നമ്മൾ കോളേജ് ക്യാൻറ്റീനിൽ തന്നെ പോയിട്ട് ചായ കുടിക്കാനുള്ള പോക്കാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചായ പൊടി, പാട്ട്, മേളം, ക്യാൻറ്റീൻ തകർത്തില്ല എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഓരോ നൊസ്റ്റാൾജി പാട്ടൊക്കെ പാടി അങ്ങനെ ചായ കുടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈൻ ഔട്ട് നമ്മൾ റെയിൻ കൂട്ടം തന്നെ പറഞ്ഞ് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡേയുടെ ഒരു റിവ്യൂ എന്ന് പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെ